ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 22-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ജനുവരി 27 രാത്രി 11 മണി. കുന്നത്തുനാട് പോലീസ് സ്റ്റേഷൻ. തണുപ്പ് കാലത്തിന്റെ മരവിപ്പ് ആ സ്റ്റേഷന് പുറത്ത് തളം കെട്ടി നിന്നിരുന്നു. നകുൽ തിടുക്കത്തിൽ തന്റെ ബൈക്കിന്റെ താക്കോൽ കയ്യിലെടുത്തു. അയാളുടെ മനസ്സ് നിറയെ നിറവയറുമായി നിൽക്കുന്ന തന്റെ ഭാര്യ സലോമിയായിരുന്നു. അവളുടെ പ്രസവ തീയതി അടുത്തു വരുന്നത് കൊണ്ട് തന്നെ നകുലിന്റെ ചുവടുകളിൽ ഒരു തിടുക്കമുണ്ടായിരുന്നു. ഡോ, ഞാൻ ഇറങ്ങുക, ഇനി വൈകിയാൽ ശരിയാവില്ല. അവക്ക് ഡേറ്റിംഗ് അടുത്തെത്തി. അതിനെന്ത് സാറേ, ഇവിടെ ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, സാറ് പോയിക്കോളൂ. എല്ലാം ഏറ്റെടുത്തുകൊണ്ട് പറയുന്ന കോൺസ്റ്റബിൾ ജോയുടെ വാക്കുകൾ നകുലിന്റെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി വിടർത്തി. നകുൽ സ്റ്റേഷന്റെ പടി ഇറങ്ങി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് സ്റ്റേഷനിലെ ഫോൺ ബെല്ലടിച്ചു. സാറ് പൊയ്ക്കോ, ഞാൻ എടുത്തോളാം, വല്ല വള്ളിയുമായിരിക്കും, ജോ തിരക്കിട്ട് പറഞ്ഞു. പക്ഷെ ജോയുടെ വാക്കുകൾ വായുവിൽ അലിഞ്ഞു തീരും മുൻപേ നകുൽ മടങ്ങി വന്ന് ആ റിസീവർ കയ്യിലെടുത്തു കഴിഞ്ഞിരുന്നു. മറുതലക്കിൽ കേട്ട ഒരൊറ്റ വാചകം അയാളെ നിശ്ചലനാക്കി. നകുലിന്റെ മുഖത്തെ ഭാവം നിമിഷ നേരം കൊണ്ട് മാറി. എവിടെ, എപ്പോൾ, ആരാണ് സംസാരിക്കുന്നത്? നകുലിന്റെ ശബ്ദത്തിൽ ഗൗരവം കനത്തു. മറുഭാഗത്തു നിന്ന് കേട്ട മറുപടിക്ക് ശേഷം നകുൽ കടുപ്പത്തിൽ പറഞ്ഞു, ഓക്കെ, താങ്കൾ അവിടുന്ന് പോകരുത്, അവിടെ തന്നെ ഉണ്ടാകണം. 5 മിനിറ്റ്, ഞങ്ങൾ എത്തിക്കൊള്ളാം. ഫോൺ വെച്ചതും സ്റ്റേഷനിലെ അന്തരീക്ഷം കീഴ്മേൽ മറിഞ്ഞു. കോൺസ്റ്റബിൾ ജോ അലർട്ടായി. പ്രഭാതേ, രാത്രിയിൽ എന്തോ ഒരു പണി വന്നിട്ടുണ്ട്. ഇത് ശിവരാത്രിയാണെന്ന് തോന്നുന്നു. താൻ എന്തായാലും വണ്ടി എടുക്കാൻ റെഡിയായിക്കോ, ജോ സ്റ്റേഷനിലുള്ളിലേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ ആരാ ഉള്ളത്? നകുലിന്റെ ആ ചോദ്യത്തിന് പുറത്തുനിന്നുള്ള മറുപടി പെട്ടെന്നായിരുന്നു. ഇവിടിപ്പം നമ്മളെ കൂടാതെ 3 പേരുണ്ട് സാറേ. എന്താ സാർ കാര്യം? എന്നാൽ ഒട്ടും വൈകണ്ട, താൻ വേഗം വണ്ടിയിൽ കയറിക്കോ, നമുക്ക് വിടാം. പോകുന്ന വഴിക്ക് കാര്യം പറയാം. നകുൽ തിടുക്കത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും പുറത്ത് ജീപ്പ് സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ആ വാഹനം മയിലാടുംകുന്ന് ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ജീപ്പിനുള്ളിലെ വെളിച്ചത്തിൽ നകുലിന്റെ മുഖം വല്ലാതെ മുറുകിയിരുന്നു. വിളിച്ചത് എറണാകുളത്ത് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു പയ്യനാ. അവിടെ ഒരു പെൺകുട്ടിയെ ആരോ കൊല്ലുന്നത് കണ്ടു എന്നാണ് അവൻ പറഞ്ഞത്. ഈ മാസം ഒരു നശിച്ച മാസമാണല്ലോ, കൊല്ലും കൊലയും മാത്രം. ഇനിയിപ്പോ ഇതാരായിരിക്കും ആവോ? നകുലിന്റെ വാക്കുകൾ ജോയിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ജോ മുന്നിലേക്ക് വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, ദേ സാറേ, അതാ അവൻ. റോഡരികിൽ ഇരുട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബൈക്കും അതിനോട് ചേർന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും കണ്ടതും ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. നകുൽ ഗൗരവത്തിൽ അവന് നേരെ നടന്നു. ഡോ, താനാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? മയിലാടുംകുന്ന് കഴിഞ്ഞാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ താനെന്താ ഇവിടെ നിൽക്കുന്നത്? നകുലിന്റെ ചോദ്യം കേട്ടതും ആ പയ്യൻ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അത് സാറേ, ഞാൻ തന്നെയാണ് വിളിച്ചത്. സംഭവം നടന്നത് അപ്പുറത്ത് തന്നെയാണ്. പക്ഷെ ഞാൻ പേടിച്ച് ഇങ്ങോട്ട് ഓടി വന്ന് നിന്നതാ സാറേ. ഇനി അയാളെങ്ങാനും എന്നെ കണ്ടാലോ എന്ന് കരുതി. ജോ അവനെ ജീപ്പിനുള്ളിൽ കയറ്റി. താൻ ഇങ്ങോട്ട് കയറ്, നമുക്ക് അവിടേക്ക് പോകാം. അല്ല, താൻ എന്താ ഈ പാതിരാത്രിക്ക് ഈ വഴിക്ക്? നിന്റെ പേരെന്താ? ഭയന്നു വിറയ്ക്കുന്ന പയ്യനെ നോക്കി ജോ ചോദിച്ചു. അവൻ ശ്വാസം വിട്ട് പറഞ്ഞു, അത് സാറേ, ഞാൻ ദിവസവും ഈ സമയത്താണ് ഈ വഴി വരുന്നത്. ഞാൻ കാക്കനാട് IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയാണ്. അവന്റെ ഉത്തരം പൂർണ്ണമാകാത്തത് കൊണ്ട് ജോ വീണ്ടും ചോദിച്ചു, നിന്റെ പേരെന്താ? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ മറുപടി നൽകി, എന്റെ പേര് മനു. MLA വിശ്വംഭരൻ സാറിന്റെ പെങ്ങളുടെ മകനാണ്. ആ പേര് കേട്ടതും ജീപ്പിനുള്ളിലെ അന്തരീക്ഷം ഒന്നുകൂടി വല്ലാതെയായി. ഒരു MLAയുടെ ബന്ധുവും അതിദാരുണമായൊരു കൊലപാതക ശ്രമവും. ഡ്രൈവർ സ്റ്റിയറിംഗിൽ പിടിമുറുക്കി ജീപ്പിന്റെ വേഗത കൂട്ടി. ആ രാത്രിയിലെ ഇരുട്ട് എന്തോ വലിയൊരു രഹസ്യത്തെയാണ് തങ്ങൾക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്ന് നകുലിന് ഉറപ്പായിരുന്നു. സാറേ, ദേ അവിടെയാണ്, മനു ഭയത്തോടെ ചൂണ്ടിക്കാണിച്ചു. പോലീസ് സംഘം വളരെ കരുതലോടെ ജീപ്പിൽ നിന്നിറങ്ങി. തൊട്ടടുത്തുള്ള വീടിന്റെ മതിലിനോട് ചേർന്ന് ഒരു പെൺകുട്ടി കമിഴ്ന്നു കിടക്കുന്നു. ചുറ്റും കൂരിരുട്ട് മാത്രം.
എപ്പോ വേണമെങ്കിലും തങ്ങൾ ആക്രമിക്കപ്പെടാം എന്നൊരു ഭീതി അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ഡോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്, നകുൽ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ജോയോട് പറഞ്ഞു. ഇവിടെ ആരെയും കാണുന്നില്ല സർ, ജോ മറുപടി നൽകി. നകുൽ വല്ലാത്തൊരു സംശയത്തോടെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു. കമിഴ്ന്നു കിടക്കുന്ന അവളുടെ മുഖം വ്യക്തമല്ല. അയാൾ പെതുക്കെ അവളുടെ ശരീരം തിരിച്ചു കിടത്തി. വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ മൂക്കിൽ വിരൽ വെച്ച് നോക്കി. എടോ, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്ക്, നമുക്ക് ആദ്യം ഈ കുട്ടിക്ക് ജീവൻ ഉണ്ടോ എന്ന് നോക്കണം. ഒരല്പം ജീവൻ ബാക്കിയുള്ളതുപോലെ എനിക്കൊരു തോന്നൽ, നകുൽ അലറി. തൊട്ടടുത്തുള്ള പഴങ്ങനാട് സമരട്ടൻ ആശുപത്രിയിൽ നിന്നും 5 മിനിറ്റ് പോലും കഴിയും മുമ്പ് ആംബുലൻസ് എത്തി. പെൺകുട്ടിയുടെ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ നകുൽ ജോയോട് ഓർമ്മിപ്പിച്ചു. ജോ, താൻ കൂടെ പോണം. ആ കുട്ടിക്ക് ജീവനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. അപ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ ആളുകൾ അവിടേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ മനുവിന് നേരെ ചീറി. സർ, എന്താ പ്രശ്നം? ആ പെൺകുട്ടി ഏതാ? അവൾക്ക് എന്താ സംഭവിച്ചത്? ഇവനാണോ ഇതിന്റെയൊക്കെ പുറകിൽ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? നകുൽ മറുചോദ്യം ചോദിച്ചു. സാർ, ഞാൻ ഈ പഞ്ചായത്തിന്റെ മെമ്പറാ. ഇവിടെ എന്തെങ്കിലും നടന്നാൽ ഞാനും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നകുൽ മെമ്പറുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ശബ്ദത്തിൽ അല്പം പോലും വിറയില്ലാതെ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ പെൺകുട്ടി ആരാണെന്നോ അവക്ക് എങ്ങനെ ഇവിടെ കിടക്കേണ്ടി വന്നു എന്നോ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഈ പയ്യൻ ജോലി കഴിഞ്ഞു വരുന്ന വഴിക്ക് ഇത് കണ്ട് ഞങ്ങളെ വിവരം അറിയിച്ചു, അത്രമാത്രം. അപ്പോഴേക്കും ആളുകൾക്കിടയിൽ നിന്ന് ഒരടക്കം പറച്ചിൽ ഉയർന്നു. കൂട്ടത്തിൽ ഒരാൾ മനുവിനെ സൂക്ഷിച്ചു നോക്കി വിളിച്ചു പറഞ്ഞു. എടോ, താൻ നാലേടത്തെ കൊച്ചല്ലേ, താൻ എങ്ങനെയാ ഈ പാതിരാത്രി ഇവിടെ? അത് കേട്ടതും മറ്റൊരുത്തൻ മെമ്പറുടെ അരികിലേക്ക് ചാടി വന്ന് കാതിൽ രഹസ്യം പറഞ്ഞു. നമ്മുടെ വിശ്വംഭരൻ സാറിന്റെ പെങ്ങടെ മകനായി പയ്യൻ. വിവരം അറിഞ്ഞതോടെ മെമ്പറുടെ ഭാവം മാറി. മുഖത്തൊരു കൃത്രിമ ചിരി വിരിഞ്ഞു. സ്വരത്തിൽ ഒരു അധികാരഭാവവും. ആഹാ, അപ്പൊ കാര്യം ഇതാണല്ലേ? മോൻ പൊയ്ക്കോ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതൊരു ചെറിയ വിഷയമല്ലേ, അത് ഞാൻ തന്നെ തീർത്തോളാം. നകുൽ പെൺകുട്ടി കിടന്നിരുന്ന മണ്ണിലേക്ക് തല കുനിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെമ്പറുടെ വാക്കുകൾ കേട്ടതും നകുൽ തല ഉയർത്തി. ആ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. അയാൾ സാവധാനം പറഞ്ഞു. അതൊക്കെ പറയാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് മെമ്പർ. മെമ്പറുടെ പണി നോക്കിയാൽ മതി. നിയമത്തിന്റെ പണി ഞങ്ങൾ നോക്കിക്കോളാം. മെമ്പർക്ക് നകുലിന്റെ ആ അധികാരഭാവത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തതുപോലെ അയാളുടെ മുഖം ചുവന്നു. തന്റെ പാർട്ടിയുടെ അടുപ്പമുള്ള ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന ചിന്ത അയാളെ പ്രകോപിപ്പിച്ചു. അതെങ്ങനെയാ സാറേ ശരിയാവുന്നേ? ഇത് നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാ. ആടിനെ പട്ടിയാക്കുന്ന കാലമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതിന്റെ കാര്യം ഞങ്ങൾക്ക് വിട്ടേര്. അനാവശ്യമായി പ്രശ്നം വലുതാക്കണ്ട. മെമ്പറുടെ വാക്കുകളിൽ ഭീഷണി കലർന്നിരുന്നു. ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാർ ഒരു നിമിഷം നിശബ്ദരായി. നകുലിന്റെ മറുപടിക്കായി ഏവരും കാതോർത്തു. അപ്പോഴും ആ പരിസരമാകെ ഒരു കൊടും ഭീതി തളം കെട്ടി നിന്നിരുന്നു. അതേസമയം കുറ്റിക്കാടിനിടയിൽ നിന്നും പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ചെറിയ ഹാൻഡ് ബാഗ് നകുലിന്റെ കയ്യിലേക്ക് ലഭിച്ചിരുന്നു. നകുൽ മനുവിനെ നോക്കി ശാന്തമായി ചോദിച്ചു. എന്താ മനു, നിനക്ക് അവരുടെ കൂടെ പോണോ? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.